മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. പണമുണ്ടാക്കുന്നത് കഷ്ടപ്പാടല്ല, പണമുണ്ടാക്കുന്നത് കഷ്ടപ്പാടല്ല എന്നുള്ളതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. പക്ഷേ അതിൻ്റെ മറ്റൊരു വ്യൂ പോയിന്റ് മറിച്ചൊന്ന് ചിന്തിക്കാൻ വേണ്ടി, ഇനി ആരെങ്കിലും പണമുണ്ടാക്കുന്നത് കഷ്ടപ്പാടാണ് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ആ വ്യൂ പോയിന്റിൽ കൂടി ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വോയിസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ആവർത്തിച്ച് പറയുന്നു, പണമുണ്ടാക്കുന്നത് കഷ്ടപ്പാടല്ല എന്ന്. അങ്ങനെ ആവർത്തിച്ച് പറയാൻ കാരണം, ഇനി പണമുണ്ടാക്കുന്നത് കഷ്ടപ്പാടാണ് എന്നുള്ള വ്യൂ പോയിന്റിൽ നിന്നുള്ള പരിശോധനയുടെ ഈ വോയിസ് മുന്നോട്ട് പോകുമ്പോൾ ആ ഭാഗമൊക്കെ മാത്രം ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ മുഴുവൻ ശ്രദ്ധിക്കാതെ പിന്നീട് പലരും പറയുന്നത് കേൾക്കാൻ കഴിയും, പണമുണ്ടാക്കുന്നത് കഷ്ടപ്പാടാണെന്ന് സാറും പറഞ്ഞുവല്ലോ എന്ന്. അങ്ങനെ പറയാൻ കാരണം, എത്രയോ പ്രാവശ്യം ആവർത്തിച്ച കാര്യങ്ങൾ പോലും, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ബോധപൂർവ്വം തന്നെ അഞ്ച് പ്രാവശ്യം ആവർത്തിക്കുന്ന കാര്യങ്ങളുണ്ട്. ചില ടെക്സ്റ്റുകളൊക്കെ കൊടുക്കുമ്പോൾ 5 പ്രാവശ്യം ആവർത്തിക്കുന്ന കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ 20 പ്രാവശ്യം ആവർത്തിക്കുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ ബോധപൂർവ്വം തന്നെ ചെയ്യുന്നതാണ്. പക്ഷേ 20 പ്രാവശ്യം ആവർത്തിച്ച കാര്യങ്ങൾ പോലും പിന്നീട് അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊന്നുകൂടെ ആവർത്തിക്കുന്നത്. പണം ഉണ്ടാക്കുന്നത് കഷ്ടപ്പാടല്ല. പക്ഷെ മറ്റൊരു വ്യൂ പോയിന്റിൽ പരിശോധിച്ചാൽ, ഇനി പണം ഉണ്ടാക്കുന്നത് കഷ്ടപ്പാടാണ് എന്ന് ചിന്തിച്ചാൽ, ഇനി പണം ഉണ്ടാക്കുന്നത് കഷ്ടപ്പാടാണ് എന്നുള്ള വ്യൂ പോയിന്റിൽ നിന്ന് പരിശോധിക്കാം. പണമുണ്ടാക്കുന്നത് കഷ്ടപ്പാടാണ്, പണമില്ലാതെ ജീവിക്കുന്നതും കഷ്ടപ്പാടാണ്. ശരിയല്ലേ? പണമുണ്ടാക്കുന്നത് കഷ്ടപ്പാടാണ്, ഓക്കെ, സമ്മതിച്ചു. പണമില്ലാതെ ജീവിക്കുന്നത് അതിലേറെ കഷ്ടപ്പാടാണ്. ഇനി രണ്ടിനും ഒരേ കഷ്ടപ്പാടാണെങ്കിലും പണമുണ്ടാക്കുന്നത് കഷ്ടപ്പാടാണ്, പണമില്ലാതെ ജീവിക്കുന്നതും കഷ്ടപ്പാടാണ്. അപ്പോൾ ഇതിലേത് കഷ്ടപ്പാട് തിരഞ്ഞെടുക്കണമെന്നൊന്ന് ചിന്തിച്ചാൽ, അവനവൻ്റെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചാൽ ആ പണം ഉണ്ടാക്കുന്ന കഷ്ടപ്പാട് തിരഞ്ഞെടുത്താൽ ഭാവിയിൽ ആ പണമില്ലാതെ ജീവിക്കുന്ന കഷ്ടപ്പാട് മാറ്റിക്കളയാൻ കഴിയും. ഫലത്തിൽ 2 കഷ്ടപ്പാടും ഇല്ലാതെ ജീവിക്കാൻ കഴിയും. രണ്ടാമത്തെ കഷ്ടപ്പാട് തിരഞ്ഞെടുത്ത് പോയാൽ ആയുഷ്കാലം മുഴുവൻ പണമില്ലാത്ത കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിക്കേണ്ടി വരും. ഏതായാലും രണ്ടും കഷ്ടപ്പാടാണ്. പണമുണ്ടാക്കുന്നതും കഷ്ടപ്പാടാണ്, പണമില്ലാതെ ജീവിക്കുന്നതും കഷ്ടപ്പാടാണ്. അപ്പോൾ ആ ഒന്നാമത്തെ കഷ്ടപ്പാട്, പണമുണ്ടാക്കുന്ന കഷ്ടപ്പാട്, രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് തിരഞ്ഞെടുത്താൽ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ 2 കഷ്ടപ്പാടും മാഞ്ഞു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പെട്ടെന്ന് വലിയ റിസ്കുകളിലേക്ക് എടുത്ത് ചാടണമെന്നല്ല, റിസ്ക് എടുക്കുക തന്നെ വേണം. കാരണം ഈ നിമിഷം പോലും റിസ്ക്കാണ്. ഈ വീട്ടിൽ കുത്തിയിരിക്കുന്നത് പോലും റിസ്ക്കാണ്. നിങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടെ ഇരിക്കുന്നത് പോലും റിസ്ക്കാണ്. റിസ്ക് ഇല്ലാത്തതൊന്നും ജീവിതത്തിൽ. അപ്പോൾ എല്ലാം റിസ്ക് തന്നെയാണ്. ഇപ്പം നമ്മൾ ബസ് യാത്ര ചെയ്യുന്നു, ട്രെയിൻ യാത്ര ചെയ്യുന്നു, ബസ് അപകടങ്ങളിൽ ആളുകൾ മരണപ്പെടുന്നത് നമ്മൾ കേൾക്കുന്നതാണ്, ട്രെയിൻ അപകടങ്ങളിൽ ആളുകൾ മരണപ്പെടുന്നത് നമ്മൾ കേൾക്കുന്നതാണ്. എന്തുകൊണ്ട് നമ്മൾ ബസ് യാത്രയും ട്രെയിൻ യാത്രയും വേണ്ടാന്ന് വെക്കുന്നുണ്ടോ? എല്ലാം റിസ്ക്കാണ്. ആ റിസ്കുകളൊക്കെ ഫേസ് ചെയ്യണം. അപ്പോൾ പിന്നെ സാമ്പത്തിക കാര്യത്തിൽ മാത്രം റിസ്ക് ഫേസ് ചെയ്യില്ല എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥം ഇരിക്കുന്നത്? ആ റിസ്ക് ഫേസ് ചെയ്യണം. കാൽക്കുലേറ്റഡ് റിസ്ക്, ഒന്നുകിൽ കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയുമ്പോൾ അത് പിന്നാലെ ഒന്നുകൂടെ പറയാം. അതായത് ഒന്നുകിൽ അവനവൻ്റെ മേഖലയിൽ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യാൻ കഴിയും, അതിനാവശ്യമായ റിസ്ക് എടുക്കുക. അതല്ലെങ്കിൽ അഡീഷണൽ ആയ ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്താൻ എന്ത് റിസ്ക് എടുക്കാൻ കഴിയും. അവിടെ മാക്സിമം റിസ്ക് സംഭവിച്ചാൽ എന്ത് പറ്റിയേക്കാം എന്നുള്ളത്, അതാണ് കാൽക്കുലേറ്റഡ് റിസ്ക്. വലിയ റിസ്ക്, താങ്ങാൻ കഴിയാത്ത റിസ്ക് എടുത്ത് തലയിൽ വെക്കണമെന്നല്ല. ഇൻ കേസ് ഒരു ഡ്രോബാക്ക്, ഒരു പരാജയം, അട്ടർ പരാജയം സംഭവിച്ചാൽ പോലും എന്ത് സംഭവിക്കുമെന്നുള്ള മുൻകരുതലോടെ, അതായത് ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ വിജയിക്കുമെന്നുള്ള ചിന്തയോടെയാണ് ഇറങ്ങിത്തിരിക്കേണ്ടതെന്നാണ് മോട്ടിവേഷൻ സ്പീക്കേഴ്സും ഞാൻ ഉൾപ്പെടെയുള്ളവർ പറയേണ്ടുന്നത്. പക്ഷേ ഞാനൊരു ഫിനാൻഷ്യൽ കോച്ചാണ്. വെറും മോട്ടിവേഷൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ തീർച്ചയായിട്ടും പരാജയം മുന്നിൽ കാണാതെ വിജയം മാത്രം കണ്ടുകൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണ് നല്ലത്. പക്ഷേ പരാജയവും സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രായോഗികം. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ വിജയം കാണാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അഥവാ പരാജയപ്പെട്ടാൽ എന്താണ് മാക്സിമം സംഭവിക്കാൻ പോകുന്നത്, എനിക്കത് എന്തുമാത്രം താങ്ങാൻ കഴിയുമെന്നുള്ള ആ ഒരു മുൻകരുതലോടെ, ആ ഒരു ദീർഘവീക്ഷണത്തോടെ ആണെങ്കിൽ ആ പരാജയം നമ്മളെ വീഴ്ത്തിക്കളയാതെ നമുക്ക് വീണ്ടും അടുത്ത ഫൈറ്റിന് തയ്യാറെടുക്കാൻ കഴിയും. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ 1, 2, 3, 4, 5, 6, മാക്സിമം 8 ഫൈറ്റ്, 8ൽ തീർച്ചയായിട്ടും വിജയിക്കും. അതായത് 8 പരാജയം വന്നാൽ 9 വിജയം ഉറപ്പാണ്. അതൊരു ലോകത്ത് തന്നെ നടന്ന സർവേകളുടെ ഒരു ഫലം കൂടെ തന്നെയാണ്. സീരിയസ് ആയിട്ടുള്ള പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള സീരിയസ് ആയ 8 ശ്രമങ്ങൾ, അതായത് 9ൽ 1 ഉറപ്പായും ആയുഷ്കാല വിജയം തന്നെ തരുന്നതായിരിക്കുമെന്നാണ്. ഏതായാലും പറഞ്ഞു വന്ന പോയിന്റ് എന്തെന്നാൽ, ആ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക്, മാക്സിമം എന്ത് സംഭവിക്കും, മാക്സിമം പൊളിഞ്ഞാൽ, പരാജയപ്പെട്ടാൽ, ആ ശ്രമം പരാജയപ്പെട്ടാൽ, ശ്രമം പാളിയാൽ, ആ ശ്രമം അബദ്ധമായി പോയാൽ, കാരണം നമുക്ക് മുഴുവൻ ബുദ്ധിയോടെ പൂർണ്ണമായിട്ട് നമുക്ക് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാനൊന്നും കഴിയില്ല. ഒരു കാര്യവും എന്തും വേണമെങ്കിൽ സംഭവിക്കാം. പക്ഷേ എങ്കിലും അങ്ങനെ അത് കണക്ക് കൂട്ടി ആ റിസ്ക് എടുത്ത് മുന്നോട്ട് നീങ്ങുന്നവർ തന്നെയാണ് ജീവിതത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടെ, മതിയായ വരുമാന പ്രവാഹത്തോടെ, തികയുന്ന വരുമാന പ്രവാഹത്തോടെ, ബാക്കപ്പ്, ആവശ്യത്തിന് സമ്പത്ത് നേടി ജീവിക്കുന്നവർ. അതുകൊണ്ട് തന്നെ ആ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തുകൊണ്ട് ആ പണം, അത് മാത്രമല്ല, ആ പണത്തിൻ്റെ പ്രാധാന്യം ഇപ്പോഴെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. കാരണം നമ്മൾ എന്തെല്ലാം മെയിൻ പറഞ്ഞാലും, അപ്പോൾ ആ കുട്ടിക്കാലം മുതലേ കേട്ട കേൾവികളുടെയൊക്കെ പരിഹാരം കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത്. അത് നിങ്ങൾക്കറിയാമല്ലോ. കുട്ടിക്കാലം മുതലേ കേട്ടതിൻ്റെ ഫലമാണ് പണത്തെക്കുറിച്ചുള്ള തെറ്റായ എന്ത് ചിന്തയാകട്ടെ. കാരണം പണം എന്നുള്ളത് ഏറ്റവും വലിയ നന്മ തന്നെയാണ്. ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയാണ് പണം. എന്തുകൊണ്ടെന്നാൽ മറ്റെന്ത് നന്മ ചെയ്യാനും, അവനവൻ്റെ കുടുംബാംഗങ്ങൾക്കുള്ള ഭക്ഷണം, വസ്ത്രം തുടങ്ങി ഏറ്റവും മിനിമം നന്മകൾക്ക് പോലും, ഭക്ഷണം, വസ്ത്രം, യാത്ര, പല്ല് തേക്കാനുള്ള പേസ്റ്റ് തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക്
ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും പണം വേണമെന്നതിനാൽ പണം സമ്പാദനം തന്നെയാണ് ഏറ്റവും വലിയ നന്മ എന്ന് മനസ്സിലാക്കുക. അത് കുട്ടിക്കാലം അത് ഒരുപക്ഷെ ആഴത്തിൽ തിരിച്ചറിയാത്തത് ഇനി നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിൽ പോലും കുട്ടിക്കാലം മുതലേ കേട്ട കേൾവി ആസ്പദമാക്കി ധനം പൈശാചികമാണ്, ധനികത പൈശാചികമാണ്, ധനികരൊന്നും ഒന്നും നന്മയുള്ളവരല്ല, ധനികരെ കൂടായ്പാണ് തുടങ്ങിയ ആ കേട്ടുകേൾവികളൊക്കെ ഇപ്പോഴും നമ്മളെ ആ ധനത്തിനെ കുറിച്ചുള്ള ധനികതയെക്കുറിച്ചുള്ള എന്തെങ്കിലും തെറ്റായ ധാരണയുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് ധനം തന്നെയാണ് ഏറ്റവും വലിയ നന്മ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനവനാൽ കഴിയും പോലെ എന്ന് ഞാൻ പറയും. ഇനി കഴിയും പോലെ ഒന്നില്ല എങ്കിലും കഴിയും പോലെ ഒന്നില്ല, എന്തും കഴിയും. ഒരാൾക്കെങ്കിലും കഴിയുമെങ്കിൽ അത് ആർക്കും കഴിയും. നിങ്ങളെക്കാളും എത്രയോ എല്ലാ കാര്യങ്ങളിലും പിന്നോക്കം നിൽക്കുന്ന പ്രായം, വിദ്യാഭ്യാസം, സാഹചര്യം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും പിന്നോക്കം നിൽക്കുന്നവർ വൻ നേട്ടങ്ങൾ നേടിയവരുണ്ട് എങ്കിൽ അവനവനാൽ കഴിയും പോലെ എന്നൊന്നില്ല, അവനവൻ ഉന്നമിടുന്ന ആ വലിയ ലക്ഷ്യത്തിലേക്ക് തന്നെ ഉന്നമിട്ടുകൊണ്ട് കഷ്ടപ്പാടെങ്കിൽ കഷ്ടപ്പാട്, ശരിക്കും അത് കഷ്ടപ്പാടല്ല, അതൊരു ത്രില്ലോടെ ഇഷ്ടപ്പെട്ടങ്ങോട്ട് ചെയ്താൽ, കാരണം പണമാണ് വരാൻ പോകുന്നത്, പണമാണ് മുഖ്യം. പണം വന്നാൽ തന്നെ ജീവിതത്തിലെ 99% പരിഹാരങ്ങൾക്കും, ശരിക്കും പറഞ്ഞാൽ 100%, അതായത് ജീവിതത്തിലെ എല്ലാ ഫൈറ്റുകളും, ജീവിതത്തിലെ എല്ലാ പോരാട്ടങ്ങളും മുന്നിൽ നിന്ന് നയിക്കുന്ന പോരാളിയാണ് പണം. ഒരുപക്ഷെ ജീവിതത്തിൽ പോരാട്ടങ്ങൾ വന്നേക്കാം, പക്ഷേ അതായത് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വന്നേക്കാം. പക്ഷേ മിക്കവാറും എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാ തടസ്സങ്ങളും പ്രതിസന്ധികളും മുന്നിൽ നിന്ന് നയിക്കാനുള്ള ഒരു പോരാളിയാണ് പണം എന്ന് പറയുന്നത്. നന്നായെന്ന് ചിന്തിച്ചാൽ അത് മനസ്സിലാകും. എല്ലാ പോരാട്ടങ്ങൾക്കും പണം നമ്മുടെ മുന്നിൽ നിന്ന് പോരാടുന്നത്, എന്ത് കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് പോരാടുന്നത് പണമായിരിക്കും. അത് ഇനിയിപ്പം പരത്തി പറഞ്ഞാൽ ചിലർക്കെങ്കിലും എല്ലാവർക്കും മോഹിക്കാൻ കഴിയും, ഇനി ആർക്കെങ്കിലും കഴിയുന്നില്ലെങ്കിൽ അതിപ്പോൾ ഒരു ചികിത്സയാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ഒരു കേസാവട്ടെ, എന്ത് കാര്യത്തിലും പണമുണ്ടെങ്കിൽ പണം ഫൈറ്റ് ചെയ്യും, പണമില്ലെങ്കിൽ പിന്നെ അവിടെ ഫൈറ്റ് നിന്നു. അപ്പോൾ പണമുണ്ടെങ്കിൽ ജീവിതത്തിലെ ഒരുപാട് പോരാട്ടങ്ങളിൽ പണം മുന്നിലുണ്ടാകും. എന്ത് കാര്യത്തിനും ആ ഒരു തിരിച്ചറിവ് ഇനി ഒരിക്കലും പിന്നോട്ട് പോവില്ലാത്ത, ഏതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ദരിദ്രരായിട്ടുള്ള അവിവേകികളുടെ പാഴ്വാക്കുകളൊക്കെ ഇനി കേൾക്കേണ്ടി വന്നാലും അതിലേക്ക് വീണു പോകാതെ, കുട്ടിക്കാലം മുതലേ കേട്ട ശരിയല്ലാത്ത കേൾവികൾക്കും ഇപ്പോൾ ഇനിയും അങ്ങോട്ടും കേട്ടേക്കാവുന്ന, ചുറ്റുപാട് നിന്നും കേട്ടേക്കാവുന്ന അത്തരമെല്ലാം ഒരു നെഗറ്റീവ് കാര്യം, ആ പണത്തെക്കുറിച്ചുള്ള പണമല്ല മുഖ്യമെന്നുള്ള അത്തരം നെഗറ്റീവ് കാര്യങ്ങളൊന്നും നമ്മുടെ ബ്രെയിൻ ടേക്ക് ഓവർ ചെയ്യാത്ത രീതിയിൽ തന്നെ നാം അത് രൂഢമൂലമാക്കണം. പണം തന്നെയാണ് മുഖ്യമെന്നുള്ള ആ ചിന്ത രൂഢമൂലമാക്കുകയും ആ കഷ്ടപ്പാട്, പണം ഉണ്ടാക്കുന്നത് കഷ്ടപ്പാടാണ് എന്നുണ്ടെങ്കിൽ ആ കഷ്ടപ്പാടിനെ പുൽകാൻ ശ്രമിക്കുക, അതിൽ മാക്സിമം എഫർട്ട് കൊടുക്കുക, കഴിയുന്നത്രയും എന്നൊന്നുമില്ല, അതിൽ തന്നെ നേടിയേ അടങ്ങൂ എന്നുള്ള ഒരു വാശി എന്ന വാക്കും, അതായത് എന്താ പറയുക, വിശ്വാസം, വാശി തുടങ്ങിയ വാക്കുകൾ ഞാൻ അധികം ഉപയോഗിക്കാറില്ലെങ്കിൽ വാശിയെങ്കിൽ വാശി, ആ ഒരു നിശ്ചയദാർഢ്യത്തോടെ രണ്ടും കൽപ്പിച്ചിറങ്ങി പുറപ്പെടുക. അപ്പോൾ ആ രണ്ടാമത്തെ കഷ്ടപ്പാട്, പണമില്ലാതെ ജീവിക്കുന്ന കഷ്ടപ്പാട് സുഖമായി മാഞ്ഞു പോവുകയും അഭിമാനകരമായ ജീവിതം നയിക്കാൻ കഴിയുകയും ചെയ്യും. ഈ പറഞ്ഞ പോയിന്റുകളും യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുക, സത്യമെന്നും ശരിയെന്നും ബോധ്യമാകുന്ന പോയിന്റുകൾ മാത്രം ഉൾക്കൊള്ളുക, രണ്ടും കൽപ്പിച്ച് സടകുടഞ്ഞ് ധീരമായി മുന്നോട്ട് പോകുക. ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ കഴിയും. പണവും സമ്പത്തും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളിലും പണം ഫൈറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളിലും ഫൈറ്റ് ചെയ്യാൻ പണം ഉണ്ടാകും. ശരിയല്ലേ, സത്യമല്ലേ, എല്ലാ തടസ്സങ്ങളിലും ഫൈറ്റ് ചെയ്യാൻ പണം നിങ്ങളുടെ മുന്നിലുണ്ടാകും. ധീരമായി മുന്നോട്ട് പോകും. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ അർഹതയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണപ്രവാഹം, നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന എല്ലാ പ്രതിസന്ധികളിലും ഫൈറ്റ് ചെയ്യാനുള്ള മുന്നിൽ നിന്ന് പോരാടാൻ മാത്രമുള്ള അത്രയും പണം, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും തടസ്സങ്ങളിലും എല്ലാ ഫൈറ്റുകളിലും, എല്ലാ പ്രതിസന്ധികളിലും, തടസ്സങ്ങളിലും, ജീവിതത്തിലെ എല്ലാ പോരാട്ടങ്ങളിലും മുന്നിൽ നിന്ന് പോരാടാൻ മാത്രമുള്ളത്രയും പണപ്രവാഹം സമ്പാദിക്കുക നിങ്ങൾക്ക് കഴിയട്ടെ. അതിൽ മനസ്സർപ്പിക്കുക എന്നുള്ളതും ചിന്തിക്കുക. അതല്ലേ ശരി, അവനവൻ്റെ ഉറ്റവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളിലും പോരാടാൻ മാത്രം പണം സമ്പാദിക്കുക. ആ പണം കൈവശമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും പണം പോരാടിക്കൊള്ളും എന്നുള്ളതും വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. പലരും വീണ്ടും ചിന്തിച്ചേക്കാം പണമല്ലല്ലോ മുഖ്യമെന്നുള്ളത്. പക്ഷേ പല കാര്യങ്ങളിലും ജീവിതത്തിൽ പലപ്പോഴും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്നേക്കാം. പക്ഷെ അതെല്ലാം പോരാടാൻ പണം മുന്നിൽ നിന്ന് പോരാടിക്കൊള്ളും എന്നുള്ളതും ആ സത്യവും ഒന്നുകൂടെ ആഴത്തിൽ അതിൻ്റെ നാനാവശങ്ങളും പരിശോധിക്കുക. നിങ്ങൾക്കും കഴിയട്ടെ. ആഗ്രഹിക്കുന്നത്രയും പണപ്രവാഹം, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്ന് പോരാടാൻ മാത്രമുള്ളത്രയും പണപ്രവാഹം, അണമുറിയാത്ത പണപ്രവാഹം, തികയുന്ന പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്നു ലഭിക്കട്ടെ. ഓക്കെ, പണം ഉണ്ടാക്കുന്നത് കഷ്ടപ്പാടാണ്. പണമില്ലാതെ
ജീവിക്കുന്നതും കഷ്ടപ്പാടാണ്. ഏതായാലും രണ്ടിലൊരു കഷ്ടപ്പാട് ഏറ്റെടുത്തേ മതിയാകുള്ളൂ. അപ്പോൾ ഏത് കഷ്ടപ്പാട് തിരഞ്ഞെടുക്കണമെന്ന് ചിന്തിക്കുക. ആ പണം ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട് തിരഞ്ഞെടുക്കുക. ധീരമായി മുന്നോട്ട് പോവുക. രണ്ടും കൽപ്പിച്ച് പണമുണ്ടാക്കാനുള്ള ഒരു ഉഗ്രപ്രകടനം അവനവൻ്റെ ജീവിതത്തിലെ കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തുകൊണ്ട്, അത് മറ്റാരെന്ത് പറഞ്ഞാലും, വീട്ടുകാരാവട്ടെ, കൂട്ടുകാരാവട്ടെ, നാട്ടുകാരാകട്ടെ, വീട്ടുകാരാവട്ടെ, ആരെന്ത് പറഞ്ഞാലും അവർക്ക് വേണ്ടി കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാത്തിനെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട്, എല്ലാ തടസ്സങ്ങളും തടസ്സവാദങ്ങളും തടസ്സ ചിന്തകളും എല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പണമുണ്ടാക്കാനായി രണ്ടും കൽപ്പിച്ചിറങ്ങി പുറപ്പെടും. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായത്രയും പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും വേണ്ടി മുന്നിൽ നിന്നും പോരാടാനുള്ള അത്രയും പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണപ്രവാഹം, അണമുറിയാത്ത പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്ന് ലഭിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട്, ഹാവ് എ നൈസ് ഡേ. ശുഭദിനം.